ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞോള് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഞാൻ കുറേ നാളായിട്ട് അതുകൊണ്ട് വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞോള് ഓക്കെയാണ്, വീട്ടിൽ വന്നു, കുറച്ച് ദിവസമൊക്കെ ആയി. ആൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, ആൾക്ക് കഫക്കെട്ട് കൂടുതലായിട്ട് ആൾ മരുന്ന് കഴിക്കത്തില്ല. മെയിനായിട്ടുള്ള പ്രശ്നം അതായിരുന്നു. മരുന്ന് എന്ത് ചെയ്താൽ കഴിക്കത്തില്ല. നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ഛർദ്ദിച്ച് കളയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കഫക്കെട്ട് കൂടുതലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ ആവി പിടിക്കലങ്ങ് തുടങ്ങി. അപ്പോൾ എന്നും ഒരു 4 നേരമായിരുന്നു തോന്നുന്നു നമുക്ക് ആവി പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആൾ ചെറുതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആൾ എന്താ പറയുക, ഇടയ്ക്ക് ശ്രദ്ധ മാറിയിട്ട് കരച്ചിലങ്ങ് തുടങ്ങുകയൊക്കെ ചെയ്യും. എന്നാലും മറ്റുള്ള കുട്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു കിലിക്കൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ നോക്കി കുറച്ച് നേരം എന്തേ ആവി പിടിക്കുവാണ് കേട്ടോ ആൾ. അങ്ങനെ ആവി പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞോളും കൂടെ എന്തേ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയേക്കാണ്. ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അല്ലെങ്കിലും എൻ്റെ കയ്യിൽ ഭയങ്കര ഹാപ്പിയാണ്, മറ്റുള്ളവരുടെ കയ്യിലാണ് പോവില്ലാത്ത. ഇക്ക വന്നപ്പോൾ അപ്പമാണ് വാങ്ങിയിട്ട് വന്നേക്കണം. അപ്പം കടല ഫ്രൈ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുട്ട റോസ്റ്റാന്ന് തോന്നുന്നു എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ കറികളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് പോകും. പിന്നെ ഇക്കതേ കുറച്ച് കുറിക്കാനായിട്ട് ചക്ക വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ചുമ്മാ ഇരിക്കുമല്ലേ, അന്നേരം എന്തിലേക്ക് കുറിക്കാനായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചക്ക വറുത്തത്. അപ്പോൾ അത് കാരണം വാങ്ങിയിട്ട് വന്നേക്കണെയാണ്. പിന്നെ ഒരു സോപ്പ്, പാത്രം കഴുകണ സോപ്പും അതുപോലെ കുളിക്കാനുള്ള ഒരു സോപ്പും എണ്ണയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ധൃതി പിടിച്ചല്ലേ പോകുന്നത്, അത് കാരണം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഇക്കായിരുന്നു ചായ കുടിക്കാൻ കേട്ടോ. ഇക്ക കറക്റ്റ് ടൈമിൽ ഇക്ക ലീവാണ്. എന്താ പറയുക, കൊച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അന്ന് തന്നെയാണ് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തവണത്തെ റെസ്റ്റ് ഹോസ്പിറ്റലിൽ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉപ്പിച്ചിയും കുഞ്ഞോളും കൂടി ഒളിച്ചുകളി കളിക്കുവാണ് കേട്ടോ, വാതിലടിച്ചിട്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. അത് കാരണം കുറച്ച് നേരമൊക്കെ പിന്നെ അങ്ങനെ കളിപ്പിക്കണമായിരുന്നു. ഉപ്പച്ചിയും കുഞ്ഞോളും അങ്ങനെ ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം നമ്മുടെ മൂത്ത പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇക്ക പോയിട്ട് അവരെ ഒന്ന് റെഡിയാക്കി സ്കൂളിലൊക്കെ ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയി. മൂത്തവർ രണ്ടുപേരും മാലിക് ദീനാർ എന്ന് പറഞ്ഞ സ്കൂളിലും, മൂന്നാമത്തെ ആൾ അംഗൻവാടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവരെ റെഡിയാക്കി ചോറും കറിയൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. കറി ഓൾറെഡി ഞാൻ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളകിട്ട് വറുത്തിട്ട് ഇക്ക കൊണ്ടുവന്നോളും. മീൻ വറുക്കാനൊന്നും വലിയ താമസമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇക്ക വീട്ടിലേക്ക് പോയതാണ്. ആ സമയത്ത് ഇതേ വീണ്ടും ഞങ്ങൾ ആവി പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഭയങ്കര എന്താ പറയുക, ഒറ്റയ്ക്കുള്ള കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ കളിപ്പിക്കലും ആവി പിടിക്കലും എല്ലാം കൂടെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇക്കുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ്. ഈ ഹോസ്പിറ്റലുള്ളതെന്ന് വെച്ചാൽ കോതമംഗലം പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് വലിയ ഹോസ്പിറ്റലൊന്നുമല്ല. പണ്ടൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ തന്നെയൊക്കെയാണ് കൂടുതലും വരാറൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൊതുവേ അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല. ക്യാഷ്വാലിറ്റി പെട്ടെന്നൊരു പനിയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ അത്യാവശ്യം വരാറ്. പിന്നെ പീഡിയാട്രീഷ്യനാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊരു ക്യാഷ്വാലിറ്റിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ ഒന്ന് എന്താ പറയുക നടക്കാമെന്നൊക്കെ വിചാരിച്ചു കുഞ്ഞോളെയും കൊണ്ട്. ഇവിടെ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് എന്താ പറയുക ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ, മെഡിസപ്പൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇൻഷുറൻസ് അല്ല മെയിനായിട്ട് നോക്കിയത്. കാരണം നമുക്ക് മൂത്ത പിള്ളേരെ നോക്കാനായിട്ട് വീട്ടിൽ വേറെ ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് അവരെ സ്കൂളിൽ വിടാനും അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ സൗകര്യം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അവസാനം നമ്മുടെ കുഞ്ഞോള് ഒന്ന് ഉറക്കത്തിലേക്ക് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സിലൊരു മഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോയപ്പോൾ പിള്ളേർക്ക് ആർക്കെങ്കിലും മേടിച്ച മഞ്ചാവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മഞ്ചെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും മഞ്ചെടുത്ത സമയത്ത് ഒരുപാട് ഓർമ്മകളായിരുന്നു കേട്ടോ. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ 8, 9, 10 നുസ്രത്ത് എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, മാറമ്പള്ളിയിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് വരുന്നത്.
അപ്പോൾ വരുന്നതിന് മുന്നേ നമ്മൾ ഒരു 2-3 മഞ്ച് വാങ്ങും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിട്ടാണ് നടന്ന് വരുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടാവും, ദിവ്യ, അർഷാന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് വരുമ്പോൾ ഈ മഞ്ചും വാങ്ങി കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അന്ന് ഈ ഒരു മഞ്ചിൻ്റെ 3 ഇരട്ടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അന്നും 5 രൂപയാണ് മഞ്ചിന്, ഇന്നും 5 രൂപ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാത്തിനും വില കൂടിയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മഞ്ച് വളരെ ചെറുതാണ്. അന്നത്തെ മഞ്ച് എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ്, വലിപ്പവും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് കടിച്ച് തിന്ന് തീർത്തിട്ട് വരില്ല കേട്ടോ, കാരണം ഒത്തിരി ദൂരം ഉണ്ടല്ലോ, ഒരു മഞ്ചയ്ക്കല്ലാന്ന് നമ്മൾ മേടിക്കത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ചോക്ലേറ്റ് മാത്രം കഴിക്കും. ചോക്ലേറ്റ് ഫുള്ള് കഴിച്ച് കഴിയുമ്പോൾ ഓരോ ലെയറായിട്ട് നമ്മളത് എടുത്തിട്ട് അതിലെ ചോക്ലേറ്റ്സ് കഴിക്കും. അങ്ങനെ ലാസ്റ്റ് ആ ഒരു വേഫർ മാത്രമാവും. അങ്ങനെയാണ് നമ്മൾ കഴിക്കാറ് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം വീടൊക്കെ എത്തും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മേടിച്ചില്ലെങ്കിൽ തന്നെ നമ്മളത് 50 അടിച്ച് കഴിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ഓർമ്മകളായിരുന്നു മഞ്ച് കഴിക്കുന്ന സമയത്ത്. അന്നൊക്കെ മഞ്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു, മഞ്ച്, ഡയറി മിൽക്കൊക്കെ കേട്ടോ. ഇപ്പോൾ അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും നമുക്ക് ഇല്ലാതാവുകയും ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് പല ഫുഡിലൊക്കെ നമുക്ക് വളരെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഒരു പെൻഡ്രൈവ് മേടിച്ചു കേട്ടോ, ഞാൻ അതാണ് കാണിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കും. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് വെക്കുന്നതല്ലാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ ഒട്ടും സ്പേസ് ഇല്ല. നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്തൊന്നും എൻ്റെ ഫോണിൽ സ്ഥലം ഉണ്ടാവില്ല. അന്നേരം നമ്മളിതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. പൊതുവേ അങ്ങനെയാണ് എനിക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും പറ്റാത്തത്. നമ്മൾ ഓൾറെഡി എടുത്ത് വെക്കുന്ന വീഡിയോ ഒക്കെ സ്ഥലമില്ലാതാകുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പെൻഡ്രൈവ് മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നത്. അങ്ങനെ ഇക്ക വീട്ടിൽ പോയി ചോറും കറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആള് എന്താ പറയുക, ഫ്രഷായി. ചോറും അതുപോലെ തന്നെ മീൻ ഫ്രൈയും, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോരുകറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോരുകറിയും കൂടെ ആൾ വന്നു. പിന്നെ ഞാൻ ഇക്കായും കൂടെ പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കാനിട്ടാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ആൾ നമ്മുടെ കിലിക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കിലിങ്ങണ സംഭവമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ സേഫാൻ തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ആൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കത്തേ ഇല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇക്ക ഇനിയിപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെ ഇനി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരണം, ഒരാൾ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരണം, പിന്നെ അവർക്ക് ചായ കൊടുക്കണം. പിന്നെ മൂത്ത ആൾക്ക് സാലിക്ക് ട്യൂഷന് പോകാനുണ്ട്. അപ്പോൾ അവനെ ട്യൂഷന് കൊണ്ടുപോയി ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇക്ക വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആൾ സ്ഥിരം ഇവിടുത്തെ പണി എന്ന് പറയണത് ആൾ താക്കോലെടുക്കാതെ താഴോട്ട് പോകും. പിന്നെ ലാസ്റ്റ് എന്നെ ഫോൺ ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ താഴേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. സ്ഥിരം ഇപ്പോൾ ഞങ്ങളിവിടെ ചെന്നേപ്പിനുള്ള പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ താക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൾ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഞാനും കുഞ്ഞോളും വീണ്ടും തനിച്ചായി കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞോൾ എന്താ പറയുക കരച്ചിൽ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജനലിൻ്റെ അവിടെ വന്ന് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകണത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കാണിച്ചു കൊടുത്തപ്പോഴേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളവിടെ നിൽക്കണം, വാഷ് സ്പേസിൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിൽക്കണം, എന്താ പറയുക അവളെ കയ്യിൽ വെച്ചിട്ട് നിൽക്കണം കുറച്ച് നേരം. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വണ്ടിയൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഒത്തിരി വണ്ടികളൊന്നും അങ്ങനെ എപ്പോഴും പോകുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇക്ക പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയാനും സെയ്ഫാനും, എൻ്റെ 2ാമത്തെ ആൾ 3ാമത്തെ ആളാണ് കേട്ടോ ഇത്. അപ്പോൾ അവരെയും കൊണ്ട് വന്നു. മൂത്തത് സാലിമ, അവനെ ട്യൂഷന് കൊണ്ടുപോയി ആക്കിയേക്കാണ്. അപ്പോൾ വന്നപ്പോൾ വേഫർ റോളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേഫർ റോൾ, അതുപോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് പിള്ളേർക്ക് കൊടുക്കുകയാണ്. പിന്നെ ചായക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയാനെയും കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചും കൂടി അറിവായതുകൊണ്ട് പറഞ്ഞനുസരിക്കും. പക്ഷേ നമ്മുടെ സെയ്ഫാനെയും കൊണ്ട് ഭയങ്കര ടാസ്ക് തന്നെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുകയെന്ന് പറയുന്നത്. കാരണം ആൾ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആൾ ഓടും ചാടും, അങ്ങനെയൊക്കെ ഒച്ചയെടുക്കും, കരയും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പിന്നെ അവൻ്റെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വേഫർ റോൾ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചോദിച്ചപ്പോൾ വേഗം തരുമൊക്കെ ചെയ്തു. ആൾക്ക് അങ്ങനെ ഫുഡ് തരാനൊന്നും വലിയ മടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് തരുമൊക്കെ ചെയ്യും.
പിന്നെ എന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അന്നേരം എല്ലാവരും വാങ്ങി കഴിച്ചില്ലെങ്കിൽ ആളുടെ കഴിയുമ്പോൾ ആൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ കരച്ചിലാവും, ബഹളമൊക്കെ ആവും കേട്ടോ. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ വേഗം സാലിക്കുള്ളത് ഇക്കാനോട് മാറ്റി വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു ബിഗ് ഷോപ്പറിൽ ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ അവന് കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ ചായക്ക് ഇക്ക ഉഴുന്നുവടയാണ് കേട്ടോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉഴുന്നുവട സാധാരണ തണുത്തത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തന്നെ തണുത്തത് വാങ്ങിയെന്ന് ചോദിച്ചു. പിക്കോനും പിന്നെ ഞെക്കി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ട് തന്നതല്ലേന്ന് ഓർത്ത് ഞാനതങ്ങ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കുഞ്ഞോളും ഉപ്പിച്ചും കൂടെ വീണ്ടും എന്താ പറയുക അടുത്ത കളിയിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ ഇക്ക വെറുതെ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു കേട്ടോ മൊത്തത്തിൽ. പിന്നെ ആൾ നിർത്തുമ്പോൾ ഭയങ്കര കരച്ചിലായി. പിന്നെ കുറേ നേരം ആയപ്പോഴേക്കും കൈയൊക്കെ വേദന എടുത്തിട്ട് വരല കേട്ടോ. പിന്നെ എന്താ പറയുക എൻ്റെ കയ്യിലേക്ക് തരാണ് ചെയ്തത്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. നിർത്തുമ്പോൾ ആൾ ഭയങ്കര കരച്ചിലങ്ങ് കരയും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ വന്നപ്പോൾ നമ്മുടെ അയാനെയും സെയ്ഫാനെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഇക്ക വീട്ടിലേക്ക് പോയില്ല. അതുകൊണ്ട് രാത്രിത്തേക്ക് ചപ്പാത്തി മേടിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചോറ് കൊണ്ടുവരണ്ടല്ലോ. ഇക്കയാണെങ്കിൽ രാത്രി പൊതുവേ ഇപ്പം ചോറ് കഴിക്കാറില്ല കേട്ടോ, ചപ്പാത്തിയൊക്കെ കഴിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കും ചപ്പാത്തി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കും ചപ്പാത്തി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ, സവാള കട്ട് ചെയ്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആവി പിടിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ കൊച്ചിനെയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞോളും കൂടെ ആവി പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.